നമസ്കാരം. കേരള സർക്കാർ ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ ചെയ്തി എന്ന് പറയുന്നതിനേക്കാൾ ഉദാസീനതയായിരിക്കും കൂടുതൽ ശരി. ഏതായാലും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഹർജിയുടെ സാഹചര്യവും സാധ്യതകളും നമുക്കൊന്ന് പരിശോധിക്കാം. നിയമങ്ങൾ നിർമ്മിക്കുന്ന ഒരു സഭയാണ് നിയമസഭ. ചിലപ്പോഴൊക്കെ ചില വിഷയങ്ങളിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാറുണ്ട്, മറ്റ് ചിലപ്പോൾ ഉള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാറുണ്ട്. അതാണ് നിയമസഭയുടെ അടിസ്ഥാന കർമ്മം. എന്നാൽ സഭയിൽ ഉണ്ടാക്കപ്പെടുന്ന നിയമങ്ങൾ അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ഒപ്പിടണം. അപ്പോൾ മാത്രമേ അത് നിയമമാവുകയുള്ളൂ. നിയമസഭയിൽ പാസാക്കുന്ന കരട് നിയമങ്ങൾ ബില്ലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ആ ബില്ലുകളാണ് ഒപ്പിടാൻ വേണ്ടി ഗവർണർക്ക് അയക്കുന്നത്. ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഭരണഘടനയിലെ 200-ാമത്തെ ആർട്ടിക്കിളിലാണ്. 2021-22 കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ വിവാദമായ 7 ബില്ലുകൾ പാസാക്കി ഗവർണർക്ക് അയക്കുന്നു. ഗവർണറുടെ മുന്നിൽ 3 ഓപ്ഷനുകളാണ് ഉള്ളത്. ഒന്നുകിൽ ഈ ബില്ലിന് അനുമതി നൽകാം, ഒപ്പിട്ട അനുമതി നൽകാം, അല്ലെങ്കിൽ ഭേദഗതിക്ക് വേണ്ടി വീണ്ടും നിയമസഭയ്ക്ക് തന്നെ തിരിച്ചയക്കാം. ഇനി അതുമല്ലെങ്കിൽ ഇവ രാഷ്ട്രപതിക്ക് അയക്കാം. ഗവർണർ ഇത് കുറച്ച് നാൾ കയ്യിൽ വെച്ച ശേഷം രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തത്. രാഷ്ട്രപതി ഈ 7 ബില്ലുകളിൽ 3 എണ്ണത്തിന് അംഗീകാരം നൽകി. വർഷം 1.5 കഴിഞ്ഞിട്ടും ഈ മറ്റ് 4 ബില്ലുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ആയില്ല. ഈ 4 ബില്ലുകളിൽ 3 എണ്ണം സർവകലാശാല ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതികളായിരുന്നു. ഒരെണ്ണം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടതുമാണ്. ഇതിങ്ങനെ അനന്തമായി പിടിച്ചു വെച്ചതാണ് കേരള സർക്കാരിനെ പ്രകോപിപ്പിച്ചത്. ഇതാണ് ഹർജിക്ക് ആസ്പദമായ സാഹചര്യം. ഇനി ഇതിൻ്റെ സാധ്യതകളിലേക്ക് കടക്കാം. ചിലർക്കെങ്കിലും സംശയമുണ്ടാവാം, പ്രസിഡന്റ് ഇങ്ങനെ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നത് നിയമവിരുദ്ധമല്ലേ എന്ന്. ഇതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. പ്രസിഡന്റ് ചെയ്യുന്നത് ഒട്ടും നിയമവിരുദ്ധമല്ല. കാരണം ഭരണഘടനയിലെങ്ങും പ്രസിഡന്റ് ഇത്ര നാൾക്കകം ബില്ലിന്മേൽ തീരുമാനമെടുക്കണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ആ ചോദ്യം കഴിഞ്ഞു. എന്നാലും ഇതൊരു അന്യായമല്ലേ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. രാഷ്ട്രപതി എന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്. പ്രഥമ പൗരൻ അല്ലെങ്കിൽ പൗര എന്നാണ് അറിയപ്പെടുന്നത്. ഒരാൾ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുമ്പോൾ അയാൾക്കെതിരെ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇനി അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം വന്നാൽ തന്നെ പാർലമെന്റ് കൂടി അദ്ദേഹത്തെ പുറത്താക്കേണ്ടതുണ്ട്. അതിന് ഇംപീച്ച്മെന്റ് എന്നാണ് പറയുക. അതൊക്കെ വലിയ നടപടികളുമാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ രാഷ്ട്രപതി ഇങ്ങനെ ഒരിക്കലും ബില്ലിൽ ഒപ്പിടാതിരിക്കുന്ന സാഹചര്യത്തെ പോക്കറ്റ് വീറ്റോ എന്നാണ് പറയുക. വീറ്റോ എന്നതൊരു ലാറ്റിൻ പദമാണ്. എതിർക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ സംസ്ഥാന സർക്കാർ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രപതിക്ക് ബില്ല് കൈവശം വയ്ക്കാനുള്ള സമയത്തിന് ഒരു പരിധി നിശ്ചയിക്കണം എന്നതാണ്. ഇതാണ് കോടതിയിൽ അവരുടെ പ്രയർ. ബില്ലുകൾ നിയമമാകാൻ വൈകുന്നത് വഴി പൊതുജനങ്ങൾക്കും സർക്കാരിൻ്റെ പ്രവർത്തനത്തെ തന്നെയും ഇത് ബാധിക്കുന്നു എന്നതാണ് സർക്കാരിൻ്റെ വാദം. ഇതൊക്കെ പറഞ്ഞാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ മറ്റൊരു ചരിത്രം കൂടി പറയേണ്ടതുണ്ട്. 1986-ൽ രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്ന സംഭവമാണ്. അന്ന് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് അമെൻമെൻറ്റ് ബിൽ 1986 എന്നൊരു ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി. അതനുസരിച്ച് സർക്കാരിന് ആരുടെ കത്തിടപാടുകൾ വേണമെങ്കിലും പരിശോധിക്കാം. ഈ നിയമം അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഗ്യാനി സെയിൽ സിംഗിനെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം ആ ബില്ലിൽ ഒപ്പുവെച്ചതേയില്ല. അതുകൊണ്ടത് നിയമമായതുമില്ല. അദ്ദേഹം അത് ഒപ്പുവെച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ കരിനിയമമായിരിക്കുമായിരുന്നു അത്. ഇന്നായിരുന്നു അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരുന്നതെങ്കിൽ സ്വകാര്യ ചാനലുകളും സോഷ്യൽ മീഡിയയൊക്കെ എടുത്തിട്ട് അലക്കിയേനെ. സത്യത്തിൽ അന്ന് രാജീവ് ഗാന്ധിയെ ആ പേരുദോഷത്തിൽ നിന്ന് സെയിൽ സിംഗ് രക്ഷിക്കുകയാണ് ചെയ്തത്. അന്ന് അദ്ദേഹം പോക്കറ്റ് വീറ്റോ എന്ന പവർ ഉപയോഗിച്ചു. ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെ കേസിന് പോയിരിക്കുന്ന സംസ്ഥാന സർക്കാരിനും അവരുടെ ഉപദേഷ്ടാക്കൾക്കൊന്നും ഇക്കാര്യങ്ങളൊന്നും അറിയാത്തതൊന്നും ആയിരിക്കില്ല. മറിച്ച് വെറുതെ ഒന്ന് കേസ് കൊടുത്തു നോക്കാം, കിട്ടുകയാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ പോട്ടെ എന്നൊരു സമീപനമായിരിക്കാം. ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത് രാഷ്ട്രപതിയെ നേരിട്ട് കക്ഷി ചേർക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയാണ് കക്ഷി ചേർത്തിരിക്കുന്നത്. ഏതായാലും സുപ്രീം കോടതി നമ്പറിട്ട് കേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു പ്രാഥമിക വാദം ഉണ്ടാവും. അതിലായിരിക്കും തീരുമാനിക്കുന്നത് ഈ കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത്. സുപ്രീം കോടതിയെ സംബന്ധിച്ച് രാഷ്ട്രപതിക്ക് മേലെ ഒരു വിധി പറയാൻ പ്രയാസമാണ്. എങ്കിലും കോടതിയല്ലേ, പല കേസിലും എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇനി അഥവാ ഒരു വിധി വന്നാൽ അത് ലാൻഡ് മാർക്ക് ജഡ്ജിമെൻ്റ് ആയിരിക്കും. പക്ഷേ അപ്പോഴും അവശേഷിക്കുന്ന ഒരു പ്രശ്നം അതെങ്ങനെ നടപ്പിലാക്കും എന്നതാണ്.
കാരണം ആ വിധി രാഷ്ട്രപതി അനുസരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നോക്കുക. അങ്ങനെ വന്നാലും രാഷ്ട്രപതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനോ കോടതിയലക്ഷ്യ ഹർജി എടുക്കാനോ ഒന്നും കഴിയില്ല. അത്തരം കാര്യങ്ങൾ ചെയ്യാനൊന്നും നിലവിലെ ഭരണഘടന അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെയധികം ആകാംക്ഷയും കൗതുകവും ഉളവാക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കാം. താങ്ക് യു.